പുനരഭിജനനം പുനരഭിമരണം ജനിമൃതിവലയിത ജന്മം ഇന്നലെ ഇന്നും നാളെയുമേതോ പൊന്നിൻ തുടിയുടെ താളം താളം ത്രികാലതാളം താളതരംഗിതമായൊഴുകുന്നു കാലമനാദി അനന്തം തീരമനോഹര ഭൂവിൽ വിരിയും പൂവുകൾ സാക്ഷികൾ നമ്മൾ വേല നടക്കട്ടും. എന്താ വേലപ്പാ, വ്യാളിമുഖങ്ങൾ തന്നെ കൊത്തിക്കൊണ്ടിരുന്നാ മതിയോ? ദേവരൂപങ്ങൾക്ക് വേണ്ടിയും ഉള്ളി ചലിപ്പിച്ചുകൂടെ? അണ്ണനുക്ക് അവരുടെ മുഖം കൊത്തിട്ടാൻ ரொம்ப ഇഷ്ടം. கோயிலை புதுப்பிக்கிற வேலை நம்ம நம்பிட்டு இருக்காக. இந்த சிலைகளை தொடர பாக்கியம் கிடைத்ததே பெரிய புண்ணியம். ஆனால் പൂർത്തിയാവാൻ ഏറെയുണ്ട്. ശംഭുവിനെ കാണുന്നുമില്ല. അതെങ്ങനാ? ബലിയിടയിലും പിണ്ണം വെക്കലിനും അല്ലേ നേരെ ഉള്ളൂ. ഭർത്താവ് ഭാര്യയ്ക്ക് ശ്രാദ്ധം നടത്തുക ഇതെവിടത്തെ പതിവാ? എന്റെ മകൻ ഇന്നവൻ അവന് തന്നെ അന്യനായിരിക്കുന്നു. ஆம்பளைன்னா இப்படித்தான் இருக்கணும். நெஞ்சு நிமிர்ந்து போறத பார்க்கணுமே, அந்த கைவீச்ச பார்க்கணுமே. ஆமாண்டி, அவன் நெஞ்ச நிமிர்ந்துக்கிட்டு கைய வீசிக்கிட்டு போறது அவன் வழக்கமான நட. அத பார்க்கறதுக்குன்னு கொஞ்சம் பொண்ணுங்க. ஏய், 4 பேருக்கு மத்தியில கெட்டி மேளம் கொட்டி தாலியை கட்டி பொண்டாட்டியா கூட்டி வந்தது கண்டவங்களை பார்க்கறதுக்கு இல்ல, என்ன பார்க்கத்தான். எதுக்கு எடுத்தாலும் சந்தேகம். சந்தேகப்படுறதுல என்னடி தப்பு? போறவனை பார்த்து ஆசைப்படுற அளவுக்கு அவன் தலையில என்ன கொம்பா முளைச்சிருக்கு, அதுல மணியா கட்டி இருக்கு.
அவர் மேல ஆசைப்படுறதுல தப்பே இல்லை. நான் சொல்றேன், புருஷன் அப்படித்தான் இருக்கணும். பொண்டாட்டி செத்து எத்தனை வருஷம் ஆச்சு, அவளையே நினைச்சு வாழ்ந்துகிட்டு இருக்கிறத பாக்குறோம்ல. நீங்களா இருந்தா என் சதையில நெருப்பு அணையறதுக்கு முன்னாடி வேற ஒருத்தி பின்னாடி போயிருப்பீங்க. ஏய், இதோ வர்றாரு பாரு. കുടിച്ചതാ. അറിയാം, പ്രസാദത്തിന് പകരാവില്ല മദ്യം. മദ്യപാനിക്ക് പ്രസാദം വേണ്ട. ഞാനും ആ വഴിക്കാ. ഞാൻ ആ വഴിക്കല്ല. ശംഭുവിനെ നിനക്കിനിയും അറിയില്ല മോളെ. അവന്റെ കോപവും അലച്ചിലും വിഷാദവും എത്ര വർഷങ്ങളായി. ക്ഷേത്രസന്നിധിയിൽ നൃത്തമരങ്ങേറാൻ വന്ന പെൺകുട്ടിയുടെ സ്ഥാനമാനങ്ങളോ ബന്ധുബലമോ എൻ്റെ മോൻ അറിയാതെ പോയി. കല്ലിൽ കവിത കുത്തുന്നവനാണ്, വേറൊന്നും തനിക്കറിയണ്ടെന്നും പറഞ്ഞ് അവളും അവൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നു. അതിൻ്റെ പേരിൽ എൻ്റെ കുഞ്ഞുങ്ങൾ നൽകേണ്ടി വന്ന വില അറിയാം അമ്മേ. ഭാര്യ മരിച്ചിട്ട് വർഷം എത്രയായി. അതിനിടയിൽ ഒരു നിമിഷം പോലും മറ്റൊരു സ്ത്രീ ആഗ്രഹിക്കാത്ത മനസ്സ് അദ്ദേഹത്തിന്റെ ആ തപസ്സാണമ്മേ. ആ തപസ്സിളക്കാൻ നിനക്കാവില്ല മോളെ. ഒരു തപസ്, അതുകൊണ്ടിരുന്നിട്ട് എന്താ പ്രയോജനം? ഒന്ന് പതുക്കെ. എന്തിനു പതുക്കെ? ഇനിയിപ്പോ അവളെന്തും പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യം? എന്നും ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നാ മതിയോ? നാളെ കുറെ ആയില്ലേ? മറ്റൊരു വിവാഹം അതൊട്ട് സമ്മതിക്കത്തുമില്ല. അമ്മയെങ്കിലും എന്നെ മനസ്സിലാക്കണം. അമ്മയുടെ മുമ്പിൽ അവൾ ആദ്യം വന്നത് ഓർമ്മയുണ്ടോ? പ്രതാപികളായ ബന്ധുക്കളുടെ എതിർപ്പ് പോലും വകവയ്ക്കാതെ എനിക്ക് വേണ്ടി എല്ലാം ത്യജിക്കാൻ അവൾ തയ്യാറായില്ലേ? ഒടുവിൽ അവരിൽ നിന്നുള്ള അപമാനം സഹിക്കവയ്യാതെ എൻ്റെ ഉമ്മ കാവേരിയിൽ ജീവനൊടുക്കി. പണ്ട് കൊട്ടാരത്തിൽ നിന്ന് എല്ലാം ഇട്ടെറിഞ്ഞ് അച്ഛൻ്റെ കൂടെ ഇറങ്ങിപ്പോന്ന എൻ്റെ അമ്മയ്ക്കത് മനസ്സിലാകണം. നീ ഈ കുടുംബത്തിന്റെ അവസാന കണ്ണിയാകുന്നത് കാണാനുള്ള കരുത്ത് ഞങ്ങൾക്കില്ല. അച്ഛനമ്മമാരുടെ വികാരം മക്കളും മനസ്സിലാക്കണം. ഞങ്ങൾക്ക് ശേഷം നിനക്ക് ആരുണ്ട്? ഒന്നിച്ചു കഴിയാൻ ഏറെ നാൾ വിധിച്ചില്ലെങ്കിലും 1000 വർഷങ്ങൾ ഈ ഭൂമിയിൽ കഴിഞ്ഞതുപോലെ ഓർമ്മകൾ നൽകിയാണ് അവൾ പോയത്. ഈ പെട്ടിയും നോക്കി തള്ളി നീക്കാനുള്ളതല്ല നിന്റെ ജീവിതം. നിർത്തൂ. മതിയായില്ല. ഈ ക്ഷേത്രമുറ്റത്ത് അവളുടെ പാദസ്പർശമേറ്റ എല്ലായിടവും എനിക്ക് ശയനപ്രദക്ഷിണം ചെയ്യണം. ആ ചിലങ്കനാദം ഈ തിരുമുറ്റത്തെങ്ങും ഞാൻ കേൾക്കുന്നു. എന്റെ ഉമ്മ നൃത്തമണ്ഡപത്തിൽ അരങ്ങേറ്റം കുറിച്ച നാൾ ഈ ക്ഷേത്രത്തിന്റെ എല്ലാ കവാടങ്ങളിലും അവൾ ലയഭംഗിയോടെ ചലിക്കുന്നത് ഞാൻ കണ്ടു.
ആ നൃത്ത ഭംഗി കണ്ട് ശില്പികളുടെ മാനസപുത്രിമാരെല്ലാം നാണിച്ചു. സംഗതി കുഴയുമെന്നാ തോന്നുന്നത്. എങ്ങും ഒരു മലയാള അക്ഷരം കാണുന്നില്ല. കവലയിപ്പെട വേണ്ട. പാട്ടും നൃത്തവുമായി ഞാൻ ഈ തമിഴ്നാട്ടിൽ കുറെ കറങ്ങിയിട്ടുള്ളതാ. പക്ഷേ അന്നൊക്കെ എന്തൊരു ആൾക്കൂട്ടമായിരുന്നു. അയ്യാ എന്നാങ്ക ഇങ്ങ വാ. நீங்க தமிழனா? என்ன சாமி? இந்த ஊரு தஞ்சாவூர் தானா? இதுல என்ன சந்தேகம்? இங்கே ஒரு ஸ்தானுவாசன் அறியுமா? யார் சாமி? அதாவது கல் இல்லையா, சிலை சிலை சிலையில இப்படி பண்றவன் யாரோ அவன்தான். என்னங்க இது? ഇയാൾ തമിഴൻ അല്ല. അപ്പോഴേ ഞാൻ പറഞ്ഞതാ ഭാഷ അറിയാവുന്ന ഒരാളെ കൂട്ടത്തിൽ കൊണ്ടുപോകണമെന്ന്. ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയിരിക്കുക. ஐயா பெரிய அவர்களே வணக்கம். இந்த ஊரிலே അതായത് ഇവിടെ എവിടെയാ ഒരു സ്ഥപതി താമസിക്കുന്നത്? ഏത് സ്ഥപതിയാ കാണേണ്ടത്? മലയാളിയാണല്ലേ? മലയാളവും അറിയാം. ആരെയാ കാണേണ്ടത്? കേരളത്തിൽ നിന്നും വന്ന ഒരു സ്ഥാണുവാശാൻ, ക്ഷേത്രമൊക്കെ പണിയുന്ന. സ്ഥാണു ആശാൻ? അതെ. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ കൃഷ്ണശിലയിൽ ആവാഹിക്കുന്ന അമാനുഷിക പ്രതിഭ. അവിടെ ശില്പികളുടെ ഗ്രാമമുണ്ട്, ബൃഹദീശ്വര ക്ഷേത്രത്തിന് സമീപം. ബൃഹദീശ്വര ക്ഷേത്രം ചോളരാജാക്കന്മാരുടെ കാലത്ത് പണി കഴിപ്പിച്ചതാ ഈ ക്ഷേത്രം. ഇതുപോലെ അനേകം ക്ഷേത്രങ്ങൾ ഈ തഞ്ചാവൂരിലുണ്ട്. എല്ലാം ശില്പഭംഗി തുടിക്കുന്ന ശിവക്ഷേത്രങ്ങൾ. ശിവൻ തഞ്ചാവൂരിൽ വന്ന് ജന്മമെടുത്തോ എന്ന് തോന്നിപ്പോകും. ഇതിന്റെ ചുറ്റമ്പലങ്ങളിൽ 100 കണക്കിന് ശിവലിംഗ പ്രതിഷ്ഠകളുണ്ട്. എല്ലാം ഒന്ന് കണ്ടിട്ട് പോകാം. ആദ്യം സ്ഥാണുവാശാന്റെ വീട്. ശിവ ശിവ. ഒരു തീരുമാനം പറയണം. കൊട്ടാരം വക ക്ഷേത്രം തമ്പുരാട്ടി നാട്ടുകാർക്ക് വിട്ടുതരുമ്പോൾ ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. അതിന്റെ ബാക്കി പണിയും സ്ഥാണുവാശാൻ തന്നെ തീർക്കണം എന്ന്. ബാക്കി പണി തീർന്നില്ല അല്ലേ? 10-40 വർഷം കഴിഞ്ഞപ്പോ ഒരു ഭൂതോദയം. വലിയ തമ്പുരാട്ടിയുടെ വീറും വാശിയും അങ്ങനെ തന്നെ നിൽക്കട്ടെ. അങ്ങനെ പറയരുത്. തമ്പുരാട്ടിക്ക് പ്രായമേറെയായില്ലേ? മരിക്കുന്നതിന് മുമ്പ് അമ്പലം പണി പൂർത്തിയാക്കണമെന്ന ആഗ്രഹം. അതിന് സ്ഥാണുവാശാൻ തന്നെ വേണമെന്ന് നിർബന്ധമെങ്കിൽ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. പഴയ കാര്യങ്ങളെല്ലാം മറക്കണം, പൊറുക്കണമെന്ന് തമ്പുരാട്ടി പറഞ്ഞയച്ചിരിക്കുന്നു. ക്ഷേത്രം പണിയാൻ ചെന്ന ശില്പി മകളെയും കൊണ്ട് ഒളിച്ചോടുക, ക്ഷേത്രം അപൂർണമായി കിടക്കുക. അമ്മ തമ്പുരാട്ടിയുടെ അവസ്ഥ മനസ്സിലാകും. പഴയ വൈരാഗ്യം തമ്പുരാട്ടി മറന്നാലും
പെങ്ങളെയും കൊണ്ട് നാട് വിട്ടതിന്റെ പക ഭദ്രൻ തമ്പുരാൻ മറന്നു കാണില്ല. അതോ പുനർനിർമ്മാണത്തിന്റെ കാര്യത്തിൽ നാട്ടുകാരോടൊപ്പമുണ്ടോ? അത് അത് അതൊരു പ്രശ്നാവില്ല. അതെ, തമ്പുരാനും അമ്മ തമ്പുരാട്ടിയുമായി പിണക്കത്തിലാണ്. കൊട്ടാരത്തിൽ നിന്ന് മാറിയാണ് താമസവും. ഭദ്രന്റെ മകൾ മുത്തശ്ശിയോടൊപ്പം ഉണ്ട്. എൻ്റെ ശിഷ്യയുമാണ്. 4 ചുവട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. എന്തൊരു ആകാര സൗഷ്ഠവം, എന്തൊരു മെയ്വഴക്കം. ചോള സമ്പ്രദായത്തിൽ അങ്ങ് തുടങ്ങി വെച്ച ആ ക്ഷേത്രം വേറെ ആരാണ് പൂർത്തിയാക്കാൻ? എനിക്കിന്ന് പഴയ പോലെ ആരോഗ്യമില്ല. വിഗ്രഹങ്ങളുടെ സൂക്ഷ്മഭാവങ്ങൾ രചിക്കാനുള്ള ഏകാഗ്രത കിട്ടുന്നുമില്ല. മനസ്സ് ചലിക്കുന്നിടത്ത് ഉളി എത്തണ്ടേ? തടസ്സം പറയരുത്. എന്റെ ഇപ്പോഴത്തെ പരിമിതികൾ നിനക്കെങ്കിലും അറിയില്ലേ? അറിയാം. വർഷങ്ങൾക്ക് ശേഷം അമ്മയ്ക്കുണ്ടായ ഈ മനമാറ്റം നമ്മൾ ഒഴിഞ്ഞു നിൽക്കണോ? ഞാൻ ആലോചിക്കുന്നത് ഇല്ല, ആ നാട്ടിലേക്ക് ഇനി ഇല്ല എന്ന് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഇളം മനസ്സ് തേങ്ങലോടെ പറഞ്ഞത് അമ്മ മറന്നു. കൊട്ടാരത്തിൽ നിന്ന് ആട്ടിയിറക്കിയപ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു നിന്നതും ആ നനവിൽ ബന്ധങ്ങളുടെ വേരുകൾ ഇളകിപ്പോകുന്നതും ഞാൻ കണ്ടു. ഓർമ്മകളെന്ന് പറഞ്ഞ് തള്ളരുത്. രാജകീയ പ്രൗഢിക്ക് മുമ്പിൽ കരിയില കണക്കെ പറന്നു പോകുന്ന വ്യക്തിത്വമേ എൻ്റെ അച്ഛനുള്ളൂ എന്ന് പരിഹസിച്ചു വിട്ടില്ലേ ശില്പികളെയും ശില്പങ്ങളെയും ആരാധിക്കുന്ന ആ രാജകുടുംബം? അത് തിരുത്താൻ അവിടെ നിന്നും വന്ന അംഗീകാരമായി കരുതിക്കൂടെ? ആർക്ക് വേണം ഈ അംഗീകാരം? ക്ഷേത്രം പുതുക്കി പണിയണമെന്ന് വന്നപ്പോൾ ബന്ധങ്ങൾ തേടി വന്നിരിക്കുന്നു. ബന്ധങ്ങളിൽ നിന്നും വിട്ടുപോകാൻ ആർക്കും സാധ്യമല്ല. മുത്തശ്ശി, അമ്മാവൻ, തറവാട്, ഇതെല്ലാം മുജ്ജന്മ ബന്ധങ്ങളാണ്, സുഹൃതങ്ങളുമാണ്. സുഹൃതക്ഷയം എന്ന് പറഞ്ഞതും ആ നാവ് കൊണ്ടാണ്. അത് മറക്കണ്ട. മറന്നിട്ടല്ല. ഈ തഞ്ചാവൂരിലെ ക്ഷേത്രങ്ങളും ശില്പങ്ങളും അതിൻ്റെ ചുറ്റുപാടുകളും മാത്രമായി ഞാൻ ഒതുങ്ങിക്കൊള്ളാം. എനിക്കത് മതി, ധാരാളം. നിൽക്ക്. ശിലയുമായി ബന്ധമുള്ള ഒരു ശില്പിക്കും എങ്ങും ഒതുങ്ങിക്കൂടാൻ പറ്റില്ല. പ്രപഞ്ചം മുഴുവൻ അവന്റെ പണിശാലയാണ്. ശില്പവൃത്തി നമ്മുടെ കുലത്തൊഴിലും. മുടക്കാൻ പാടില്ല. തുടങ്ങിവെച്ച പണി ചെയ്തു തീർത്തേ പറ്റൂ. നിനക്ക് വയ്യെങ്കിൽ ഞാനതിന് ബാധ്യസ്ഥനാണ്. അവൻ പോകാതിരിക്കില്ല. പോകും. അവന്റെ മനസ്സ് മാറ്റാൻ ആരോ കാത്തിരിക്കുന്നത് പോലെ. അമ്പിളിക്കല ചൂടും നിൻ തിരുജടയിലേ തുമ്പമലരിലും ഇടമില്ലേ അമ്പിളിക്കല ചൂടും നിൻ തിരുജടയിലേ തുമ്പമലരിലും
ഋതുക്കൾ മാറിവരും പോലെ ശിവന്റെ ജീവിതത്തിന്റെ ഏടുകൾ മാറി വന്നു. ഓരോ ഘട്ടത്തിലും അതിൻ്റെ ഭാവതലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം നൃത്തമാടി. ജീവിതം തന്നെ നൃത്തമാക്കി മാറ്റി. ശിവന്റെ നൃത്തത്തിന് വിഭിന്ന ഭാവങ്ങളുണ്ട്. ശൃംഗാരം മുതൽ രൗദ്രം വരെ. നീ ഇപ്പോൾ ആടിയ ഭാവങ്ങളില്ലേ? പറയൂ മുത്തശ്ശി. ആ ഭാവങ്ങൾ ആ ജീവിതം തന്നെ മാറ്റും. നിനക്കറിയാമല്ലോ, ദക്ഷന്റെ മകൾ സതി ശിവന്റെ പത്നിയായി. ദക്ഷൻ നടത്തിയ യാഗത്തിന് ക്ഷണിക്കാതെ അവൾ പോയി. തന്നോടുള്ള വിദ്വേഷം സതിയോട് തീർക്കുമെന്ന് ശിവൻ അറിയാമായിരുന്നു. പോകരുതെന്ന് വിലക്കുകയും ചെയ്തു. അപമാനിക്കപ്പെട്ടാൽ തിരിച്ചു വരില്ലെന്ന് പറഞ്ഞ് അവൾ പോയി. അപമാനിക്കപ്പെട്ട സതി ആത്മാഹൂതി ചെയ്തു. ആ ആഘാതം ദിഗന്ധങ്ങൾ പിടിച്ചുകുലുക്കുന്ന താണ്ഡവമായി. ശിവൻ രുദ്രതാണ്ഡവമാടി. ജടയിൽ നിന്നും ഭൂതഗണങ്ങൾ ഉത്ഭവിച്ചു. ദക്ഷനെ വധിച്ചു. 10,000 വർഷങ്ങളോളം അലഞ്ഞു നടന്നു. പ്രലോഭനങ്ങളിലൊന്നും വീണില്ല. സതി പിന്നീട് പാർവതിയായി പുനർജനിച്ച് ശിവപത്നിയാവാൻ സഹിച്ച ത്യാഗം ഏതൊരു സ്ത്രീക്കും അഭിമാനം നൽകുന്നതാണ് മോളെ. ശിവനെപ്പോലെ പൗരുഷമുള്ള ഒരാൾ ഈ കൊട്ടാരത്തിൽ ജനിക്കുമെന്ന് മുത്തച്ഛൻ വിശ്വസിച്ചിരുന്നു. ഞാനും. നിനക്ക് ദുർഗ എന്ന് പേരിട്ടതുപോലും മുത്തച്ഛനാ. സ്ഥാണു എവിടെ? വന്നില്ല. മകൻ വന്നിട്ടുണ്ട്, ശംഭു. ശംഭു, മുത്തശ്ശിയാണ്, അമ്മയുടെ അമ്മ. മോനെ. അല്ല. അല്ലെന്ന് നീ പറഞ്ഞ അല്ലാതാകുമോ? അല്ലാതാകണം. ഭദ്ര, കുടുംബക്ഷേത്രം പുതുക്കി പണിയണം അല്ലേ? അതിന് മനസ്സിലാകുന്നുണ്ട്. ആരുടെയെങ്കിലും വരവൊരുക്കാനാണ് ഭാവമെങ്കിൽ ഇത്ര ദുഃഖിക്കാൻ ഒന്നും ഉണ്ടായില്ലല്ലോ തമ്പുരാട്ടി. ഉണ്ടായി. അവൻ വന്നു എന്നറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് എല്ലാം നേടിയതുപോലെ അഹങ്കരിച്ചു. അല്ലെങ്കിലും അഹങ്കാരം എൻ്റെ കൂടെ പ്രവിയായിരുന്നു. അറ്റുപോയ ബന്ധങ്ങൾ ഉറപ്പിക്കാനുള്ള എൻ്റെ ആഗ്രഹം. ഭദ്രന്റെ എതിർപ്പ് കണ്ടില്ലേ? അതുപോലും വകവയ്ക്കാതെ ക്ഷേത്രം പണി ആരംഭിച്ചത് അതെ, അവരുടെ വരവൊരുക്കാൻ തന്നെയായിരുന്നു. എൻ്റെ കൊച്ചുമോൻ അത് മനസ്സിലാക്കിയില്ല. ആ മുൻകോപവും നിഷേധവും വർഷങ്ങളായുണ്ട്. മരിച്ചുപോയ ഭാര്യയുടെ ഓർമ്മയുമായി 18 വർഷം കാത്തിരിക്കുക. എങ്ങും പതിവില്ലാത്ത വണ്ണം ഭർത്താവ് ഭാര്യയ്ക്ക് ബലിയിടുക, അതും ഒരു തപസ് പോലെ. അവളുടെ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നത് പോലെ. പൂർത്തിയാവാതെ പോയ ഒരു ജന്മം.
ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രാണീധാരം പ്രണതോസ്മി സദാശിവം. മുത്തശ്ശി പറയാറില്ലേ, ആ ചുവന്ന കണ്ണുകൾ, ആ തലമുടി, ആ പൗരുഷം, നഷ്ടപ്പെട്ട എന്തിനു വേണ്ടി ഉഴലുന്ന മനം. എനിക്കെന്തോ തോന്നുന്നു മുത്തശ്ശി. ഇത് എവിടെ നടക്കുന്ന കാര്യമാ? ഇങ്ങനെയുള്ളവനെ ക്ഷേത്രപ്പറമ്പിൽ കയറ്റിയത് എന്തിനാ? കയറ്റിയതല്ല, ക്ഷണിച്ചു വരുത്തിയതാ. പതുക്കെ പറ. ഇത് പുണ്യസ്ഥലമാ, പുണ്യകർമ്മമാ ചെയ്യേണ്ടത്. ചെയ്തോണ്ടിരിക്കുന്നതും അത് തന്നെയാ. പരിശുദ്ധ കാര്യം ചെയ്യുമ്പോ പരിശുദ്ധിയോടെ ചെയ്യണം. പരിശുദ്ധിയുള്ള സാധനം തന്നെ ആടോ. ദാണ്ട കുപ്പിയോടെ വിഴുങ്ങുന്നു. പ്രചോദനം വരെ അല്പം മൂന്തോന്ന് കേട്ടിട്ടുണ്ട്. എന്നാലും ഇങ്ങനെയുണ്ടോ? തലയ്ക്ക് സുഖമില്ലാത്തവന് പിടിച്ചോണ്ട് വന്നിട്ട് എന്ത് ചെയ്യാനാ? ഇതിവിടെ നടക്കില്ല. ഗോപാല, എനിക്ക് ഉത്തരവാദിത്തമുള്ളതാ. എന്നാ അങ്ങോട്ട് എന്ന് പറ. എന്താ പേടിയാകുമോ? വരീരടാ. ഗോപാല, ചതിക്കരുത്. നമുക്ക് കാര്യമല്ലേ നടക്കേണ്ടു. ക്ഷേത്ര പരിസരം മലിനപ്പെടുത്താനുള്ളതല്ല. ഗോപാല, ഇവിടെ വെച്ച് മദ്യപിക്കരുത്. കയ്യും കാലും ഉറയ്ക്കാത്തവൻ എങ്ങനെ വിഗ്രഹം കുത്തും? ഞാൻ കുടിക്കും, കുടിച്ചു തന്നെ വിഗ്രഹം കുത്തും. തഞ്ചാവൂർ ക്ഷേത്രശില്പങ്ങൾ കണി കണ്ട് ഉണരുന്നവനാ ഞാൻ. ശില്പങ്ങളിൽ തലോടി വന്ന കാറ്റ് സൂക്ഷിച്ചു വളർന്നവനാ. ഒരു കുപ്പി ചാരായത്തിൽ എന്റെ കൈവറയ്ക്കുമോ? ലഹരിയുടെ ഭൂതഗണങ്ങളെ കാവൽ നിർത്തി ശിലകളിൽ രൂപങ്ങൾ ഞാൻ ആവാഹിച്ചു വരുത്തും. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ ശില്പിയുടെ മകനാ. ക്ഷേത്രം പണിയാൻ സ്ഥാനവാസനോ മകനോ വേണമെന്ന് വന്നില്ലേ? എന്തുകൊണ്ട്? ശില്പതന്ത്രം വരപ്രസാദമാ. കൊടുമുടികളെ കൊമ്പുകുത്തിക്കാൻ മനസ്സിന് കഴിയണം. വ്രതശുദ്ധി ഇളക്കാൻ ഒരു സോമരസത്തിനും ആവില്ല. ആനവായിൽ അമ്പഴങ്ങ എന്ന് പറഞ്ഞതുപോലെയാണ് ശംഭുവിന് 1-2 കുപ്പി ചാരായം. ഇല്ലേ? தெரியாதுங்க. എന്നെ தெரியாது? അവൻ്റെ ഒരു ഒടുക്കത്തെ തമിഴ്. അയ്യാ, அந்த ശില്പിയുടെ சிங்கிடி தானே நீ? இந்த இடத்திலே சொல்றதுக்கு ஒரு தப்புமில்லை. ശിവമൂലിയും അടിക്കുമില്ലയോ? കഞ്ചാവ്. എന്താ ശങ്കര? അമ്മ തമ്പുരാട്ടി പുതിയ ജോലി ഏൽപ്പിച്ചോ? എഴുന്നള്ളത്തിന് പകരം ഇപ്രായത്തിൽ ശങ്കരന് കല്ലുവലിക്കലായില്ലേ? പറഞ്ഞേക്ക് തമ്പുരാട്ടിയോട്, ഭാരമേറിയാൽ ചവിട്ടുനിന്ന് വിളകുമെന്ന്, ഇളകിയാൽ പിന്നെ അത് ഉറക്കില്ലെന്നും.
രൂപങ്ങൾ കുത്തിയെടുക്കുകയല്ല, കല്ലിൽ നിന്ന് ആവാഹിച്ചെടുക്കുകയാണ് വേണ്ടത്. എല്ലാ ശിലകളിലും ശില്പങ്ങൾ കാത്തിരിക്കുന്നു ശില്പിയുടെ കരസ്പർശമേൽക്കാൻ. സ്തനങ്ങൾ അർദ്ധഗോളങ്ങൾ പോലെ താമരനൂല് കടക്കാനിടമില്ലാത്ത വിധം ചേർന്നിരിക്കണം. പൊക്കിൽ കൊടിയുടെ മുകളിൽ ഒടിവ് വരണം. വയറിന്റെ അളവ് മുഷ്ടിമിതമാവണം. ഉയർന്ന മാറോടെ നിതംബം പിന്നോട്ടാഞ്ഞ് കൈകൾ തളർത്തിയിട്ടുള്ള നിൽപ്പ്, അതിൻ്റെ താളഭംഗി. സ്ത്രീ സൗന്ദര്യം ശാലഭഞ്ജികമാരിലായാലും അതിൻ്റെ മൂർത്തഭാവത്തിൽ തന്നെ വരണം ശില്പ പാരമ്പര്യത. ശില്പശാലയിൽ സ്ത്രീ നിഷിദ്ധയാണ്. സ്ത്രീ സൗന്ദര്യം കൊത്തിവെക്കാം, വരുന്നത് നിഷിദ്ധം. സർപ്പപൂജയ്ക്ക് സർപ്പസാന്നിധ്യം വേണ്ട. പൂജിക്കാം, കണ്ടുകൂടാ. വിഷസർപ്പങ്ങളെ ഞാൻ പൂജിക്കാറില്ല. മനസ്സിലായി, അധിക്ഷേപം സഹിച്ചില്ല അല്ലേ? എനിക്ക് വിഷമം തോന്നിയില്ല മുത്തശ്ശി. ഇടിമുഴക്കം കേൾക്കുമ്പോൾ പൊട്ടിമുളയ്ക്കുന്ന കുമിള് പോലെ പ്രേമം അങ്കുരിച്ചു. വിട്ടുപോയ കണ്ണികളൊന്ന് അടുക്കുന്നത് കാണാൻ എത്ര കാലമായി കാത്തിരിക്കുന്നു. ശംഭു ഇപ്പോഴും നമ്മിൽ നിന്നെല്ലാം വളരെ അകലെയാണ്. കണ്ണികൾ സ്വയം അടുക്കില്ലല്ലോ തമ്പുരാട്ടി. അടുപ്പിക്കണം. മാധവനത് കഴിയണം. തീനെ ആളിക്കത്തിക്കൂ എന്ന് കാറ്റിനോട് പറയണോ? ദുർഗയ്ക്ക് അല്പം അപമാനശങ്ക വന്നു. അധിക്ഷേപമെന്ന് മുത്തശ്ശിക്കും തോന്നി. എന്റെ ശിഷ്യയായതിനാൽ പറയുന്നു എന്ന് ധരിക്കണ്ട. നൃത്തം ഒരു ഉപാസനയാക്കിയിട്ടുണ്ട്. കുട്ടിയുടെ അംഗചലനങ്ങൾ താളനിബദ്ധവും ഉൾക്കടലിലെ ഓളം പോലെ ലയഭംഗിപ്രദവുമാണ്. ശിക്ഷ നൃത്തത്തിൽ നിപുണ എന്നർത്ഥം. അതെ. നാട്യശാസ്ത്രം അറിയാത്ത ശില്പികളില്ല. നൃത്തത്തിന്റെ ലയഭംഗിയില്ലാത്ത ശില്പങ്ങളുമില്ല. നിർജീവമായ ശിലകളെ കൊണ്ട് നൃത്തം ചെയ്യിക്കുന്നവനാ ശില്പി. ഞാൻ കൊത്തുന്ന ശില്പങ്ങളിൽ തുടിക്കുന്ന പ്രപഞ്ചതാളം ശിഷ്യയുടെ ചലനങ്ങളിൽ ഉണരുമോ? അതിന്റെ ഭാവങ്ങൾ മിഴികളിൽ വിരിയുമോ? വിരിയണം. അത് വിരിയിച്ചെടുക്കാൻ ശംഭുവിന് കഴിയും. മുത്തശ്ശി ഒരാഗ്രഹം പറഞ്ഞു. ശംഭു കൊട്ടാരത്തിൽ താമസിക്കണമെന്ന്. ദുർഗ അതിന് നിമിത്തമാവണമെന്ന്.
തകർക്കും ഞാൻ. ഒളിച്ചുകളി എന്റെ അടുത്തോ? വിളയാട്ടം ഈ കൊട്ടാരത്തിൽ മുമ്പും കണ്ടവനാ. എന്റെ മോളെ അവനുമായി അടുപ്പിക്കാനാണ് മോഹമെങ്കിൽ അത് നടക്കില്ല. ഭദ്രനൊന്നും മനസ്സിലാവില്ലെന്ന് അമ്മത്തമ്പുരാട്ടി കരുതിയെങ്കിൽ അത് തെറ്റി. തെറ്റിയില്ല. ഈ കൊട്ടാരത്തിലെ എല്ലാ ഐശ്വര്യവും നശിപ്പിച്ചവനാണ് നീ. നിന്റെ ഇഷ്ടം ഇവിടെ ഏറെ നടന്നു. ഇനി നടക്കില്ല. നടക്കും. ക്ഷേത്രം പണി മുടക്കണ്ടായോ എന്ന് കരുതിയത് എന്റെ സൗജന്യം. ഭദ്രനെ അകറ്റി നിർത്തി പകരം മകളുണ്ടല്ലോ, വിശ്വവിഖ്യാതനായ ശില്പിയുടെ കൂടെ ഇറങ്ങിപ്പോയവൾ. അവളുടെ വേർവിട് ഉറപ്പിക്കാനാണ് ഭാവമെങ്കിൽ പിഴുതെറിയാനും അറിയാം. ക്ഷണിച്ചു വരുത്തിയവന്റെ കണ്ണ് കൊട്ടാരം സ്വത്തിലാണെങ്കിൽ അതും നടക്കാൻ പോകുന്നില്ല. അത് നീയല്ലല്ലോ ഭദ്ര തീരുമാനിക്കാൻ. പിന്നാര്? മദ്യപിച്ച് കഞ്ചാവടിച്ച് കൂത്താടി നടക്കുന്ന അവനോ? ശംഭു നൃത്തം ചെയ്യുന്നു. നിനക്ക് തോന്നിയതാവും. ശംഭു, ഇന്നലെ ലഹരി അല്പം കൂടുതലായിരുന്നു. എല്ലാം മറക്കാൻ ശ്രമിച്ചൂടെ?
ധ്യാനത്തിലാ. വേണം. ധ്യാനത്തിൽ കൂടിയേ മനനം നടക്കൂ, മനനത്തിൽ കൂടിയേ സൃഷ്ടി നടക്കൂ. അവന്റെ മുത്തച്ഛനും ഇതുപോലായിരുന്നു. ഒരു പ്രവൃത്തി തുടങ്ങുമ്പോൾ ശിവന്റെ മുമ്പിൽ 5 നിമിഷമെങ്കിലും ധ്യാനിക്കും. മുത്തച്ഛന്റെ ആ ആകാരവടിവും ഗാംഭീര്യവും എന്റെ കൊച്ചുമകനും കിട്ടി. കൊട്ടാരത്തിൽ വർഷങ്ങളായി ഒഴിഞ്ഞുകിടക്കുന്ന അകത്തളങ്ങളിൽ എന്റെ മകളുടെയും കൊച്ചുമകന്റെയും സാന്നിധ്യം ഉണ്ടാകണം. നിനക്കറിയുമോ, ഓരോ ദിവസവും ഓരോ നിമിഷവും നീ കടന്നു വരുന്നത് കാണാൻ എന്റെ കണ്ണുകൾ കൊതിച്ചിരുന്നു. നിന്റെ അമ്മ ജനിച്ചു വളർന്ന തറവാട് കാണാൻ വരുമെന്ന് കാത്തിരുന്നു. വന്നില്ല. നീ എന്റെ കൊച്ചുമകൻ. നിനക്ക് ഞങ്ങളെ മറക്കാൻ കഴിയുമോ? ഇല്ല, നിനക്കാവില്ല. നീ വരണം. നിനക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കും. നേരം ഏറെയായി. ഇനിയും പൊയ്ക്കോളൂ. ശിവ ശിവ. എന്താ ആലോചിക്കുന്നത്? പണ്ടെങ്ങോ കണ്ടിട്ടുള്ളത് പോലെ. ഞാൻ അതല്ല ചോദിച്ചത്. ഇത്രയും നമ്മൾ അവന് വേണ്ടി ഒരുക്കി വെച്ചിട്ട് ഞാൻ കാത്തിരിക്കാം മുത്തശ്ശി. മോളെ, നാളെ തിരുവാതിരയാണ്, ശിവന്റെ ജന്മനാള്. മംഗല്യ ഭാഗ്യത്തിന് വേണ്ടി വ്രതമെടുത്തോളൂ. തണുക്കുന്നുണ്ടല്ലേ? ഇല്ല, തണുക്കുന്നില്ല. അതൊക്കെ ഇഷ്ടപുരുഷനെ നേടാൻ പെൺകുട്ടികൾ ഏറെ ത്യാഗം സഹിക്കണം. അറിയാം മുത്തശ്ശി.
ഈ സൗന്ദര്യം ചന്ദ്രോദയാരംഭത്തിലെ കടൽ പോലെ അവന്റെ മനസ്സിളക്കും. പകുതി പുരുഷനും പകുതി സ്ത്രീയും അങ്ങനെയല്ലേ? എന്നിട്ടെന്തേ നേർപകുതി നിഷിദ്ധം? നിഷിദ്ധമല്ല, അതൊരു കണ്ടെത്തലാണ്. ഉളിത്തുമ്പുകൾ മുട്ടുമ്പോൾ അത് പിറവി കൊള്ളും. കൊട്ടാരത്തിൽ ഒരുക്കി വെച്ച സദ്യക്ക് മുമ്പിൽ നിറകണ്ണുകളോടെ മുത്തശ്ശി കാത്തിരുന്നു. കൊട്ടാര സദ്യ കഴിച്ച ശീലമില്ല. പുതിയ ശീലങ്ങൾക്ക് മനസ്സൊരുക്കവുമല്ല. പണ്ട് നിഷേധിച്ചെല്ലാം വീണ്ടും ഒരുക്കി കാത്തിരിക്കാൻ അവരെന്റെ ആരുമല്ല. ഉളിത്തുമ്പുകൾ മുട്ടി പിറവിയെടുക്കുന്ന ശില്പങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. മനസ്സും ഉളിമുനയും തമ്മിലൊരു ബന്ധമില്ലേ? മുത്തശ്ശിയും കൊച്ചുമകനും തമ്മിലും ഉണ്ട്. വാദിക്കാനും സ്ഥാപിക്കാനും സ്ത്രീ സമർത്ഥയാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ശില്പങ്ങൾക്ക് വേണ്ടി ഹോമിച്ചെടുത്ത എന്റെ വ്രതശുദ്ധി പാഴാക്കാൻ ഞാൻ തയ്യാറല്ല. ഒന്നും കണ്ടില്ലെന്നാ നാട്യം. കുളിച്ച് ഈറൻ മുടിയും കോതിയിട്ട് കോടി വസ്ത്രങ്ങളും ധരിച്ച് നെറ്റിയിൽ തൊടുകുറിയും ചാർത്തിയുള്ള ആ വരവ് കണ്ടപ്പോ ഈ ശില്പങ്ങൾ എന്റെ ആത്മഹർഷത്തിന്റെ രൂപങ്ങളുള്ളപ്പോൾ ഇല്ല, മനസ്സ് മാറില്ല. ഇനിയും ഏത് യാഗം നടത്തണം, എന്ത് ബലി അർപ്പിക്കണം, ഈ നിഷേധത്തിന്റെ പൂർവ്വം മനസ്സിലാവുന്നില്ല. നിഷേധം മാത്രമല്ല, പ്രതിഷേധം, അവജ്ഞ, വെറുപ്പ്. മോനെ, അച്ഛൻ തീർക്കാതെ പോയ ജോലി പൂർത്തിയാക്കാൻ വന്നു. മകന് വേറൊന്നും മനസ്സിലില്ല, മനസ്സിലാവുകയും വേണ്ട. നിന്റെ മുത്തശ്ശിയാണ്. ഓർമ്മിപ്പിക്കണ്ട. പടിയടച്ചു പുറത്താക്കിയപ്പം എവിടെയായിരുന്നു ഈ വലിയ മനസ്സ്? എല്ലാം മറക്കുമെന്ന് കരുതി ഒരിക്കൽ വന്നില്ലേ? മുത്തശ്ശിയുടെ ഒരു തലോടൽ, അമ്മാവന്റെ സ്നേഹപൂർണമായ ഒരു നോട്ടം, അതിന്റെ വില അന്നത്തെ ബാലന് മതിക്കാവുന്നതിനപ്പുറമായിരുന്നു. അവസാനം അപമാന ഭാരത്തോടെ തല കുനിച്ചു പടിയിറങ്ങിയപ്പോഴും പുറകിൽ നിന്ന് വിളിയുടെ ശബ്ദത്തിന് ചെവിയോർത്തു. കേട്ടില്ല. മോനെ, പശ്ചാത്താപത്തിന്റെ പണിപ്പുരയിലാവും മനസ്സ്. കാലമെല്ലാം മറക്കുമെന്നും പൊറുക്കുമെന്നും കരുതിയിരുന്നു. 40 വർഷം സുഖസമ്പൂർണമായ കൊട്ടാരത്തിൽ കഠിന തടവ്. പോരെ, കുറ്റം എത്ര വലുതായാലും
ഇതിലും വലിയ ശിക്ഷ ഒരമ്മയ്ക്കും വിധിക്കപ്പെടരുത്. ഇവിടെ നിന്റെ അമ്മ ഈ പടിയിറങ്ങിയപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചു അവൾക്കുണ്ടാകുന്ന സന്തതികളുടെ കാലടയാളം പോലും ഈ മുറ്റത്ത് പതിയരുതെന്ന്. ഇന്നും ഞങ്ങൾ അത് തന്നെ ആഗ്രഹിക്കുന്നു. ഇല്ല, ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. എന്റെ കൊച്ചുമക്കളുടെയും അവരുടെ മക്കളുടെയും കാലടികൾ ഈ മുറ്റത്ത് പതിയണം. അതുവഴി എനിക്കൊരു പ്രായശ്ചിത്തം വേണം. കൊട്ടാരത്തിൽ വെളിച്ചം കയറാത്ത മൂലകളിൽ വരെ പുണ്യാഹം തളിച്ചിട്ട് നാട് മുഴുവൻ കേൾക്ക ഗർജിച്ചില്ലേ എനിക്കൊരു മകളില്ല, അങ്ങനൊരു ബന്ധമില്ല എന്ന്. എന്നിട്ട് ഇപ്പോഴീ ക്ഷണിച്ചു വരുത്തൽ? വരുത്തിയതല്ല, വന്നു. എന്തിന്? എങ്ങോട്ടാ? ഈ ധിക്കാരിയുടെ പിന്നാലെ, ഈ മദ്യപാനിയുടെ പിന്നാലെ? അതെ, ഈ ധിക്കാരിയാണ് എനിക്കിഷ്ടം. ഈ മദ്യപാനി ഒരിക്കൽ കൂടി ചെയ്യൂ. സ്വാമിയെ വരസൊല്ലടി കൃതതലാൻ കുതകത്തെ കുതകത്തെ കിട്ടതം തജ്ജം തഗജം തത്തജം തതി കൃതതൃകൃതം തജ്ജം തഗജം തത്തജം തതി കൃതതൃകൃതം തത്തജം തകതജം തകതടം തകതനം ദിത ദിത കൃതതൃകൃതം. എന്താ പറ്റിയേ? ഭദ്രൻ തമ്പുരാന്റെ പീഡനത്തെക്കാൾ ശംഭുവിന്റെ ഈ നിസ്സംഗതയാണ് ദുർഗയെ തളർത്തുന്നത്. കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിൽ ചിലങ്കകൾക്ക് താളം തെറ്റുന്നു. അവിടെ ദുർഗയുടെ തേങ്ങലാണ് ഉയരുന്നത്. മാധവന് ഇതൊന്നും കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. കല്ലിൽ പണിത് കല്ലിന്റെ ശബ്ദം കേട്ട് മനസ്സും കല്ലുപോലെയായി. കല്ലിൽ പോലും കവിത കണ്ടെത്താൻ കഴിയുന്ന ശംഭുവിന് ഒരു പെൺകുട്ടിയുടെ മനസ്സ് കാണാൻ കഴിയുന്നില്ല. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഈ നാട്യം ഒന്ന് അവസാനിപ്പിച്ചുകൂടെ? നിഷ്പന്ദമായ തിരുനാളത്തിന്റെ ആദ്യ ചലനം പോലെ അയാളുടെ മനസ്സൊന്നിളകുന്നത് ഞാൻ കണ്ടു. അയാളുടെ കണ്ണുകളിൽ ഇതുവരെ കാണാത്ത ഒരു സ്ഫുലിംഗം മിന്നിമറയുന്നതും കണ്ടു.
ഇത് തന്നെയാണ് അവസരം. അയാൾ നിസ്സംഗനാണ്, വൈരാഗിയാണ്, എന്നാലും പുരുഷനാണ്. ഇന്ദ്രിയ നിഗ്രഹം സാധിച്ച താപസികളുടെ പോലും സിരകൾ ഇളക്കാൻ പോകുന്ന ഒരു തൈലം ഈ കൊട്ടാരത്തിലുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഉണ്ട്. ഹേമാമോദ സമ. സ്വർണത്തിന് സുഗന്ധം കൂടി കിട്ടിയാൽ, അങ്ങനെ ഒരു സുഗന്ധത്തിന്റെ ഉറവിടം തേടി വരുന്ന കണ്ണുകൾ ചെന്നെത്തുന്നത് ദുർഗയുടെ മേനിയഴകിലായാൽ, എന്നായാലും അവർ ചേരേണ്ടവരല്ലേ തമ്പുരാട്ടി? കർമ്മബന്ധങ്ങളുടെ വിധിമുഹൂർത്തങ്ങൾ കൂട്ടിയിണക്കാൻ പിതാമഹന്മാർ സൂക്ഷിച്ചതാവാം. ശങ്കേ വസന്തമായാതം. ഈ ചുവരുകൾക്കുള്ളിൽ 1000 വസന്തങ്ങൾ പൂവിട്ടതുപോലെ. നീരാടും നേരം പൂക്കണ്ണുമായി നിൽക്കുന്നുവോ തീരത്തെ മന്ദാരം? കാറ്റിൽ തൈലഗന്ധം, നീറ്റിൽ പൊന്നു ചന്തം. പൊയ്കയിൽ കുളിർ പൊയ്കയിൽ പൊൻവെയിൽ നീരാടും നേരം. നിന്നെ പുഷ്പധൂളി സൗരഭം പാൽത്തിരകൾ ചാത്തി നിന്നെ മുത്തുകോർത്ത് നൂപുരം വെണ്ണൂരമൈ ചന്ദന ചാത്ത നന്ദിനി ഈ തീരഭൂമിയിൽ തേരേറി വന്നുവോ തേടുന്നതാരയോ? പൊയ്കയിൽ കുളിർ പൊയ്കയിൽ പൊൻവെയിൽ നീരാടും നേരം.
நீங்கவே കാതരേ നിൻ മാറുലഞ്ഞു താമരപ്പൂ മുട്ടുപോ കൽപ്പടവേറി നിൽപ്പതെന്തേ നീയേതു ശില്പിയെ തേടുന്ന ചാരുത നീയേതലൗകിക സൗന്ദര്യ ദേവത എന്താ ഭയന്നു പോയോ? വ്രതശുദ്ധി കൊണ്ട് ആത്മനിയന്ത്രണം നേടിയ ആളല്ലേ, ഭയമോ? സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ ഏകീഭാവം ഒരുക്കുകയാവും. സ്ത്രീ പ്രകൃതിയാണ്, ശക്തിയാണ്. ശക്തിയില്ലാതെ ശിവനുണ്ടോ? സ്ത്രീ ഇല്ലാതെ പുരുഷനുണ്ടോ? നിർത്ത്. എന്നിൽ നിന്ന് എങ്ങോട്ടാണ് ഒളിച്ചോടുന്നത്? ആർക്കു വേണ്ടിയാണ് ഈ കാത്തിരിപ്പ്? അവൾക്ക് വേണ്ടി മാത്രം. ബാക്കി വെച്ചുപോയ ഒരു ജീവിതം പൂർണ്ണമാക്കാൻ ഇനിയും അവൾ വരും. ഞാൻ കുത്തുന്ന സ്ത്രീ രൂപങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നിന്ന് കിനാവ് പോലെ അവൾ ഉണരും. അടഞ്ഞ മിഴികൾ തുറക്കും. പാദങ്ങൾ ലാസ്യഭാവത്തിൽ ചുവടുവെക്കും. ഈ ശിലകളിൽ കാത്തുവെച്ച മൗനം മുറിക്കാൻ പോയ വസന്തങ്ങളുടെ മുഴുവൻ സൗരഭ്യവുമായി അവളെത്തും. അതുവരെ ഈ അന്വേഷണം തുടരും. തുടർന്നേ മതിയാവൂ. എനിക്കറിയില്ല. ശംഭുവിനെ കണ്ടതു മുതൽ ഞാൻ എന്നെ മനസ്സിലാവാത്തതെന്ത്? ഈ ഏകാന്തവാസം ഏറെ നാൾ മനസ്സിന് ശക്തിയാവില്ല. വികാരശൂന്യതയല്ല, ആത്മനിയന്ത്രണത്തിന്റെ ഭാവം. ഈ ഒഴിഞ്ഞുമാറ്റം ഒരു ആയുധമാക്കി, ഒരു രക്ഷാകവചം. അത് രക്ഷിക്കുമെന്ന് ഉറപ്പുണ്ടോ? ഉണ്ട്. ഇല്ല, ഇല്ല. എന്താ മാധവ? ശംഭവും കൂട്ടരും എല്ലാം ഇട്ടെറിഞ്ഞു പോയിരിക്കുന്നു തമ്പുരാട്ടി. ശംഭു ഇല്ലാതെ ദുർഗയ്ക്ക് ജീവിതം
ഉണ്ടായിട്ടുണ്ടോ മുത്തശ്ശി? പറയൂ മുത്തശ്ശി. സമയം ഏറ്റെടുത്ത ജോലി തീർക്കാതെ വന്നിരിക്കുന്നു. തീർന്നില്ലേ ആലോചന? അതവിടെ ഇരിക്കുന്നത് കൊണ്ടാ. ഞാനത് തീയിലെറിയും. ഇല്ല, തൊടില്ല. ഈ പെട്ടിയും ആടെ ആഭരണങ്ങളും അവളുടെ കരസ്പർശം ഏറ്റതൊന്നും തൊട്ടുപോകരുത്. അമ്മയും ഉമയെ മറന്നോ? പതിനെട്ട് വർഷം പട്ടുതുണികൾ ഇരിക്കില്ല മോനെ, പൊടിഞ്ഞു പോകും. ഇരിക്കും അമ്മേ, മനസ്സിൽ. எங்கம்மா போனோம்? யாரை பார்க்கணும்? அலமேலு அல்லே? இல்லைங்க. എന്നാലും ഈ ആല് എത്ര മാറിപ്പോയി.
யாரது? ശംഭുവിന്റെ അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ലേ? ശംഭുവിന്റെ അമ്മ? അതെ, ശംഭുവിന്റെ അമ്മ ലക്ഷ്മിബായി തമ്പുരാട്ടി, എന്റെ അമ്മാവി. കുട്ടി കുട്ടി ആരാണ്? ദുർഗ, ഭദ്രൻ തമ്പുരാൻ മകൾ. എവിടെ നിന്ന് വരുന്നു? എങ്ങനെ ഇവിടെ എത്തി? വഴിയെല്ലാം എനിക്കറിയാമായിരുന്നു. എങ്ങനെ അറിയാമായിരുന്നു? ഞാൻ ഈ കാഴ്ച ഒന്ന് കാണട്ടെ. എത്ര കാലായി? വരൂ, ചോദിക്കട്ടെ. നിന്റെ ഈ വരവ് ദുർഗ തന്നെ അല്ലേ നീ? ഞാൻ ഭദ്രന്റെ മകളാണെന്ന് ഞാൻ ചോദിച്ചതിന് മറുപടി? ഞാൻ ശംഭുവിനെ ഒന്ന് കണ്ടോട്ടെ. ജീവിതചക്രം, ജീവിതത്തിൻ്റെ അനസ്യൂതമായ പ്രവാഹം, എല്ലാം തുടർച്ചയാണ്. മരിച്ചാൽ ജനിക്കുന്നു, വീണ്ടും മരിക്കുന്നു, വീണ്ടും ജനിക്കുന്നു. ഒരു ജന്മത്തിൽ നിന്ന് മറ്റൊരു ജന്മത്തിലേക്ക്. എങ്കയോ എപ്പോ പാത്ത മതി. ഞാൻ വീണ്ടും വന്നു. ഗൗരീശായ നമഃ പരമേശായ നമഃ ഭുവനേശായ നമോ നമഃ. സ്മൃതിനിലാവിൻ കണിക തേരി രജനീഗന്ധി തിരുമുന്നിൽ നിൽപ്പൂ അറിയാത്തതെന്തേ നിറുകയണിയും കുളിർമതിയും അറിയുകേ.
ശില്പരചനയിൽ മുഴുകിക്കഴിഞ്ഞാൽ അവനെ ഇളക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. എല്ലാം ഇട്ടെറിഞ്ഞു പോരത്തക്കവണ്ണം അവന്റെ മനസ്സിളക്കാൻ ആരോ ഉണ്ടായി. പറയൂ മോളെ, എന്തുണ്ടായി? പറയൂ, എന്തുണ്ടായി? എനിക്ക് നല്ല പരിചയം, കണ്ടു മറന്ന പോലെ. രേവതി, എന്റെ പെങ്ങളുടെ മകൾ. ആ നാണം കുടുങ്ങി എത്ര മാറി, എന്തഴകുള്ളവളായി. രേവതി, നിന്നോട് എനിക്ക് എന്തെല്ലാം ചോദിക്കാനുണ്ടെന്നറിയോ? നേരെ സന്ധ്യയായി, ഞാൻ മറന്നു. ഇവിടെ കണ്ടതൊക്കെ വിശ്വസിക്കണോ, അതോ ആ കുട്ടിയുടെ പെരുമാറ്റം എല്ലാം അറിയുന്ന പോലെ? നിനക്കൊന്നിനും ഉത്തരമില്ലേ? ഈ ഒളിച്ചുകളി ഒന്ന് അവസാനിപ്പിച്ചൂടെ? ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട്. വിയർക്കണ്ട, പറഞ്ഞേ തീരൂ. എനിക്കല്പം വെള്ളം. മറുപടി ആലോചിച്ച് വെക്കേ. അഭിനയം അമ്മയ്ക്ക് തോന്നണ്ട. എന്റെ ഓട്ടുപാത്രം അതിൽ മതിയായിരുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവില്ല. ചോദ്യം ചെയ്യലും പിറകിടക്കലും കൊണ്ട് ഒന്നും കിട്ടുമെന്നും കരുതണ്ട. ഉമ്മയുടെ ഓട്ടുപാത്രം അതെങ്ങനെ ഇവളുടേതാകും? നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം എന്റെ മോൻ ഉറങ്ങിക്കണ്ടിട്ടില്ല. അവൻ ഉറങ്ങാൻ പറ്റില്ല. എന്താ നിന്റെ ഉദ്ദേശം? എന്നെ തോൽപ്പിക്കാമെന്നോ? തോൽപ്പിക്കാനല്ല, തോൽക്കാനാണ് ഇഷ്ടം. അത് ജയമാക്കാൻ. ഇട്ടെറിഞ്ഞു പോന്ന അർദ്ധനാരീശ്വര ശില്പവും ദ്വാരപാലകരും അപൂർണങ്ങളാണ്. എന്റെ ജന്മം പോലെ. ദുർഗേ, വിളിക്കൂ, അങ്ങനെ അധികാരത്തോടെ വിളിക്കൂ.
എന്താ ഇത്? ശംഭു, ശില്പങ്ങളിൽ കൂടി എന്റെ അന്വേഷണം തുടരുമെന്ന് ഞാൻ പറഞ്ഞു. എന്നെങ്കിലും ഒരിക്കൽ ഞാൻ കുത്തുന്ന ശിലകളിൽ ഒന്നിന്റെ മിടികൾ തുറക്കും, ചിലങ്കയണിഞ്ഞ പാദങ്ങൾ ചലിക്കും, എന്റെ മുന്നിൽ ലാസ്യനൃത്തമാടും എന്നെല്ലാം പറഞ്ഞു. ഇന്ന് ഈ ശില്പങ്ങൾ എന്റെ കൺമുന്നിൽ നിന്ന് മായുന്നു. എന്റെ മനസ്സിൽ അമ്മേ, 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 എവിടെ എന്റെ പച്ചക്കല്ല് പതക്കം? പറയൂ അമ്മേ. അത് ഈ ശംഭു അമ്മങ്കുടയ്ക്ക് വാങ്ങി തന്നതാച്ചേ. ദുർഗ, ഉമ, സൂക്ഷിച്ചു നോക്കൂ. എനിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? തെരുവിൽ ഈ ബിംബങ്ങൾ വാദ്യമേളത്തോടെ എഴുന്നള്ളിച്ചു പോയപ്പോഴെല്ലാം മനോരഥത്തിലേറി നമ്മളും ആൾക്കൂട്ടത്തിലൂടെ ഒഴുകി നടന്നിട്ടില്ലേ? ഒന്ന് ഓർമ്മിക്കൂ ശംഭു. ഈ കാവേരിയെ കാവൽ നിർത്തി ഒന്നിനു പിറകെ മറ്റൊന്നായി വരുന്ന ഈ കുഞ്ഞലകളെ സാക്ഷി നിർത്തി നമ്മൾ നമ്മുടെ സ്നേഹം ഈ കരയായ കരയിലെല്ലാം വാരി വിതറിയിട്ടില്ലേ ശംഭു?
ക്ഷേത്രശില്പങ്ങളെയും എന്നെയും ഒത്തുനോക്കി അന്ന് പറഞ്ഞില്ലേ, ശില്പികളുടെ മാനസപുത്രിമാരെല്ലാം നാണിക്കുന്നു എന്ന്. ആകാശം മുട്ടേ നിൽക്കുന്ന ഗോപുരങ്ങളിലിരുന്ന് പ്രാവുകൾ കുറുകുമ്പോൾ ഈ മാറിൽ തുടിക്കുന്ന ഹൃദയത്തോടെ ഞാൻ ദുർഗേ, 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 ദുർഗയല്ല, ഉമ. ഉമ ആത്മഹത്യ ചെയ്യാൻ പാടില്ലായിരുന്നു ഇല്ലേ? എന്തിനെന്നിപ്പോൾ മനസ്സിലായോ? ദുർഗയായി പുനർജനിക്കാൻ, ഒന്നിക്കാൻ, കാവേരി തീരങ്ങളിൽ ഒഴുകി നടക്കാൻ. കാവേരി പാടാമിനി സഖി നിൻ ദേവന്റെ സോപാനമാ ആരോമലേ അലയാഴിതൻ ആനന്ദമായി അലിയുന്നു നീ ആശ്ലേഷമാല്യം സഖി ചാർത്തു കാവേരി പാടാമിനി സഖി നിൻ ദേവന്റെ സോപാനമായി. തരമാടും തിരകളിലാഴും സുഖനിമിഷം അരുമയൊടനുപദമനുപദമിവളണയേ ആത്മഹർഷമാർന്നു പാടുമലകടലേ മധുരധ്വനി തരണം തിരുനടനത്തിനൊരുങ്ങു കാവേരി പാടാമിനി സഖി നിൻ ദേവന്റെ സോപാനമാ ആരോമലേ അലയാഴിതൻ ആനന്ദമായി അലിയുന്നു നീ ആശ്ലേഷമാല്യം സഖി ചാർത്തു കാവേരി പാടാമിനി സഖി നിൻ ദേവന്റെ സോപാനമാ
മുത്തശ്ശി 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 ഞാൻ ശംഭുവിനെ കണ്ടു. എല്ലാം ഒരിക്കൽ കൂടി കണ്ടു. കാവേരി, മണൽപ്പരപ്പ്, നൃത്തമണ്ഡപം. ദുർഗേ? അതേ മുത്തശ്ശി. 18 വർഷം മുൻപ് ഞാൻ ജനിച്ചു വീണ നിമിഷം, അതിൻ്റെ ഉറവിടം എനിക്കത് പറയാൻ അറിയില്ല മുത്തശ്ശി. മുത്തശ്ശി, ഒടുവിൽ അവൾ എന്നെ തേടി വന്നു. 18 സംവത്സരങ്ങൾ 18 മാത്രകൾ പോലെ കടന്നുപോയതറിഞ്ഞില്ല. ഞാൻ എന്റെ മുഖം, എന്റെ പ്രായം, ഇപ്പോഴറിഞ്ഞു ഇല്ലേ? പക്ഷേ എന്റെ ശംഭു എന്നും എനിക്ക് പഴയ ശംഭു തന്നെയാ. ദുർഗേ, കൊട്ടാരത്തിന്റെ അകം രക്ഷാകേന്ദ്രമോ? എവിടെയവൾ? ദുർഗേ! ദുർഗയോ? എന്തിന്? നിന്റെ ചവിട്ടേറ്റ് പിടഞ്ഞു മരിച്ച അമ്മയെ നോക്കിക്കണ്ട മനസ്സാ അവളുടേത്. ഇന്നവള് നിന്റെ മരുതിക്കപ്പുറം. ക്ഷേത്രശില്പങ്ങളും ശില്പികളും തറവാട്ട് പെണ്ണുങ്ങൾക്ക് ഹരം. ഒരിക്കൽ തോൽപ്പിച്ചു. കൂട്ടുനിൽക്കരുത്. ഇറക്കി വിടവളെ. ഇല്ല. എടീ, തൊട്ടുപോകരുത്. ഒരിക്കൽ നിങ്ങൾ അവളെ നിഷ്കരണം ഉപദ്രവിക്കുന്നത് കണ്ടു, ദൂരെ നിന്ന്. ഇപ്പോൾ ഈ കയ്യെത്തുന്ന ദൂരത്ത്, പാറ പിളർക്കുകയും കൊത്തുകയും ചെയ്യുന്ന ഈ കയ്യെത്തുന്ന ദൂരത്ത്, മനസ്സിലായോ? രാജ്യം ഭരിച്ചവരുടെ ഗന്ധം ഇനിയും വിട്ടുമാറാത്ത ഈ കൊട്ടാരത്തിൽ നിനക്കെന്ത് കാര്യം? ഞാൻ രാജാവാ, രാജസന്തതിക്ക് പിറന്നവൻ. ഈ ജടയും കണ്ണുകളും രാജപ്രൗഢിക്ക് ചേർന്നതല്ല, അല്ലേ? എന്നാൽ ശംഭു രാജാവല്ല, ചക്രവർത്തിയാണ്. പണ്ടെങ്ങോ പണിയിച്ച കൊട്ടാരത്തിൽ പഴയ പാരമ്പര്യവും വിളമ്പി തമ്പുരാൻ ചമഞ്ഞു നടക്കുന്ന വെറും നിഴലല്ല, നിഴൽ യുദ്ധം നടത്തുന്ന വിദൂഷകനുമല്ല. ആരോഗ്യമുള്ള കൈകൾ കൊണ്ടും പ്രതിഭാശക്തി കൊണ്ടും രാജശില്പങ്ങൾ തീർക്കുന്ന ചക്രവർത്തി. എന്നെ മനസ്സിലായില്ലേ? സ്ഥാണുവാശാന്റെ മകൻ, ഒളിച്ചോടി തറവാട്ടിന് ദുഷ്പേരുണ്ടാക്കിയ ലക്ഷ്മിഭായ് തമ്പുരാട്ടിയുടെ മകൻ, തറവാട് ക്ഷേത്രം പുതുക്കി പണിയാൻ വന്നവൻ, തറവാട്ടിൽ പുനഃപ്രതിഷ്ഠയ്ക്ക് വന്നവൻ. എന്തെതിർപ്പുകൾ വന്നാലും ക്ഷേത്രം
എല്ലാ പൂർണ്ണതയോടും കൂടി ഉയരും. മുത്തശ്ശിയുടെ ആഗ്രഹം നിറവേറ്റാൻ ഏത് പ്രതിഷേധത്തിന് മുന്നിലും എന്റെ ശക്തി ഉയരും. തലമുറകളെ അടുപ്പിച്ചതിന്റെ സ്മാരകമായി ക്ഷേത്രം ഇവിടെ എന്നും ഉണ്ടാവണം. ശില്പികളെ ഞാൻ വരുത്തും. ഒരർദ്ധനാരീശ്വരൻ, ജന്മവും ജന്മാന്തരവും പ്രവചനങ്ങളും, മുത്തച്ഛിയും കൊച്ചുമകളും ഒരു ശിവപുരാണവും. കഴിഞ്ഞ ജന്മത്തവൾ നിന്റെ ആരായിരുന്നു? ഇല്ല, നിനക്കവളെ കിട്ടില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ കിട്ടില്ല. എവിടെയാ നിന്റെ ശിവൻ?
കാലത്തിന്റെ കടൽ തിരകൾ ഇട്ടെറിഞ്ഞ ശംഖു പോലെ ഏത് ആഴത്തിൽ നിന്നും ഏത് നിഗൂഢതയിൽ നിന്നും നീ വന്നു. ഇത്രയും കാലം നീ എവിടെയായിരുന്നു? എവിടെയായിരുന്നു? ഞാൻ പുനരഭിജനനം പുനരഭിമരണം ജനിമൃതിവലയിത ജന്മം ഇന്നലെ ഇന്നും നാളെയുമേതോ പൊന്നിൻ തുടിയുടെ താളം താളം ൃകാലതാളം താളതരംഗിതമായൊഴുകുന്നു കാലമനാദി അനന്തം തീരമനോഹര ഭൂവിൽ വിരിയും പൂവുകൾ സാക്ഷികൾ നമ്മൾ